നമസ്കാരം. 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 ഈസ്റ്ററിന് ശേഷമുള്ള വീണ്ടും ഒരു ഞായറാഴ്ചയിൽ ഒരു വലിയ തമാശ കേട്ടു. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സ്വർണം, ആഭരണങ്ങൾ അട്ടിയിട്ട് വച്ചിരിക്കുകയാണ്. അതെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യണം. എന്നാൽ പിന്നെ പറഞ്ഞ ആളുടെ പേര് ഞാൻ പറയാം. ആ മഹാനുകളുടെ വ്യക്തമായി പറഞ്ഞുകൂടെ? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന കോടികളുടെ ആ നിധി ശേഖരം എടുത്ത്, ലക്ഷം കോടിയുടെ എടുത്ത് ജനങ്ങൾ റേഷൻ കാർഡുമായി അല്ലെങ്കിൽ ആധാർ കാർഡുമായി വരുന്ന ജനത്തിന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തുല്യ കഷ്ണങ്ങളായി, ഭാഗങ്ങളായി കൈമാറുന്നതായിരിക്കും. അങ്ങനെ പറയാമായിരുന്നു. എന്ത് തമാശയാണല്ലേ ഫാദർ പോൾ തേലക്കാട്ടിൽ. അതെ അല്ലേ? സിറോ മലബാർ സഭയുടെ വലിയ വലിയ നേതാവാണ്, വക്താവാണ്. ഇടയ്ക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. അതെ, ഒന്നും ആവശ്യമില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. നമ്മുടെ വിഷയം ഈ അമ്പലങ്ങളിൽ അല്ല, ആഭ്യന്തര കാര്യമാണെങ്കിലും അവിടത്തെ കുർബാന പ്രശ്നം നന്നാക്കി തീർത്തിട്ട് പോരെയിരുന്നോ ബാക്കിയുള്ള കാര്യത്തിൽ? അതിലേക്ക് ഞാൻ വരാം. അതെ, അതിലേക്ക് വരാം. അത് ആദ്യമേ പറയണം. തീർച്ചയായിട്ടും. അല്ല, കുർബാന പ്രശ്നം മാത്രമല്ല, നമ്മുടെ ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളും അതെ ഇതിനകത്തുണ്ട്. അതുമൊക്കെ തീർത്തിട്ട് പോരെ ഈ ഹിന്ദുക്കളുടെ അമ്പലങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്നാണ് ചോദിക്കേണ്ടത്. നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ ഫാദർ പോൾ തേലക്കാട് വളരെ കൃത്യമായിട്ട്, അതായത് ആ ഒരു പുരോഹിതന്റെ ഉള്ളിൽ നിന്ന് ആ വെറുപ്പ് ഇങ്ങനെ അങ്ങ് പുറത്തേക്ക് വന്നു, അറിയാതെ ചാടിപ്പോയി. വെറുപ്പ് ഏത് മനുഷ്യനും ഉണ്ടാകാം. അത് ഒരു വസ്തു കാണുമ്പോൾ ഇഷ്ടമില്ലാതാകുമ്പോൾ അതിനെ വെറുക്കും. ഇത് വർഗീയതയാണ്. അല്ല, വെറുപ്പിന്റെ പിന്നാലെ അതെ വർഗീയത. അതായത് ഈ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിലെല്ലാം അട്ടിയായി സ്വർണം സൂക്ഷിക്കുന്നു. ഇതെടുത്ത് നിങ്ങൾക്ക് വിതരണം ചെയ്തുകൂടെ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൂടെ എന്നാണ് ഈ ബഹുമാനപ്പെട്ട ഫാദർ പോൾ തേലക്കാട് ചോദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം റോമിൽ നിന്ന് സ്വർണ്ണം കുരിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇവിടെ പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ഇവിടെ ബ്രിട്ടീഷുകാർ കാലങ്ങളായിട്ട് ഭരിച്ച് നശിപ്പിച്ച് മുടിപ്പിച്ച് ഇവിടത്തത് മുഴുവനും കൊള്ള ചെയ്ത് കൊണ്ടുപോയി. യൂറോപ്പിലെമ്പാടും ഇന്ന് യൂറോപ്പിൽ കാണുന്ന ഈ പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാരതത്തെ കൊള്ളയടിച്ചതിൻ്റെയാണ്. ഭാരതത്തെ കൊള്ളയടിച്ചതിന്റെ ഫലമായിട്ടാണ് ബ്രിട്ടനും യൂറോപ്പും വികസിച്ചത്, പുരോഗതി കൈവന്നത്. അല്ലാതെ അവിടെ ഒന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്ന വിപ്ലവമൊന്നും അല്ല. പ്രശാന്ത്, ഈ ഇങ്ങനെ ഭാരതത്തെ ഊറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏത് കൊതുകായാലും ചോര ഊറ്റി വരുമ്പോൾ അതിനൊരു അവസാനം വരും, അല്ലെങ്കിൽ വയറ് പൊട്ടും. അങ്ങനെ ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പള്ളികൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളില്ല. ക്രിസ്തുമതം ഇന്ന് ആവശ്യമില്ല. ജനങ്ങൾ ക്രിസ്തുമതത്തെ വെടിഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യൻ ഫിലോസഫി പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള മതമാണ് ക്രിസ്തുമതം. പക്ഷെ അതിൽ എത്ര പേർ ക്രിസ്തുമതം ഫോളോ ചെയ്യുന്നുണ്ട്, പിന്തുടരുന്നുണ്ട് യൂറോപ്പിലും റഷ്യയിലും ഈ പറയുന്ന അമേരിക്കയിലുമൊക്കെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇവരാദ്യം പറയട്ടെ. നമുക്ക് അമ്പലങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. അമ്പലങ്ങളിൽ സ്വർണമുണ്ട്, ശരിയാണ്. ആരുടെ സ്വർണം? അവിടുത്തെ ദേവന്റെ സ്വർണമാണ്. ആ ദേവന്റെ ഭക്തർ കാണിക്കയായി സമർപ്പിച്ചതാണ്. ആ ഭക്തർ എങ്ങനെ അത് കാണിക്കയായിട്ട് സമർപ്പിക്കുന്നു? അവർ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന മുതലാണ്. നികുതി പണം കൊടുത്ത് വാങ്ങുന്ന സ്വർണമാണ്. നികുതി കൊടുത്ത് വാങ്ങിയ സ്വർണവും മറ്റ് ആഭരണങ്ങളും എന്തു തന്നെ ആകട്ടെ, സ്വർണം, വെള്ളി, എന്തുമാകട്ടെ, അമൂല്യമായ രത്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ നിരവധി ക്ഷേത്രങ്ങളിൽ, ഇപ്പൊ നമ്മൾ വിചാരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് വലിയ നിധിശേഖരമുള്ളത്. ശരിയാണ്, വലിയ നിധിശേഖരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്. ഇവിടുന്ന് കുറച്ച് തെക്കോട്ട് പോയാൽ പാച്ചല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു ചെറിയ ദേവീക്ഷേത്രമുണ്ട്, ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്, ഒരു മുടിപ്പുരയാണ്. അവിടെ ആ ദേവിയുടെ ഈ മുഖം മൂടി പോലെ വെക്കുന്നൊരു സാധനമുണ്ട്. അത് പൂർണ്ണമായിട്ട് മുഖം മൂടിയല്ല, ആ ഒരു മുഖക്കാപ്പെന്നാണ് അതിന് പറയുന്നത്. അതിൽ പതിച്ചിരിക്കുന്ന ചില രത്നങ്ങൾ, അതുപോലെ ചാർത്തുന്ന സ്വർണമാലയിലെ ചില പതിപ്പിച്ചിരിക്കുന്ന ചില രത്നങ്ങൾ കോടാനുകോടിയാണ് വില. പണ്ടത് മോഷ്ടിക്കാനൊരു ശ്രമമൊക്കെ നടന്നതിനെ കുറിച്ച് ഞാനൊക്കെ ഒന്ന് കോളേജിൽ പഠിക്കുന്ന കാലമാണ്. അത് വലിയ കേസൊക്കെ ആയതാണ്. അപ്പൊ ഞാൻ പറയുന്ന അതൊരു കൊച്ചു ക്ഷേത്രത്തിലെ കാര്യമാണ്. ഇതുപോലെ അല്ല, ആ ഒരു വിലപിടിപ്പുള്ള ഒരു ആഭരണം അതേപടി ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതുപോലെ ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ അമൂല്യമായ വസ്തുക്കൾ വിറ്റ് കാശാക്കാനുള്ളതല്ല.
അത് നമ്മുടേതല്ല, അത് നമ്മുടേതല്ല, അത് ദേവന്റെ ദേവന്റെ സ്വത്താണ്. ദേവൻ മൈനറാണ്. ആ മൈനറായ ദേവന് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ഭക്തിയുണ്ട്, അതിനകത്ത് ആത്മീയതയുണ്ട്, അതിനകത്ത് ഒരു സമർപ്പണ മനോഭാവമുണ്ട്, വിശ്വാസമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാദർ പോൾ തേലക്കാടിന് ഇതൊന്നും മനസ്സിലാകില്ല. കാരണം അദ്ദേഹത്തിന് ഭാരതീയ പാരമ്പര്യം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് അറിയുന്നത് ബൈബിൾ പാരമ്പര്യമാണ്. അതിലെ പഴയ നിയമത്തിന്റെ ചില കഥകളൊക്കെ, ലോത്തിന്റെ മക്കളുടെ കഥകളൊക്കെ പറഞ്ഞ് അദ്ദേഹം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അപ്പോൾ ആ പാരമ്പര്യത്തിലുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അസൂയയും കുശുമ്പും അത്യാർത്തിയും ആക്രാന്തവും ഒക്കെ തോന്നും. ഈ ക്ഷേത്രങ്ങളിലെ സ്വർണം നാട്ടുകാർക്ക് വിധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് തേലക്കാടൻ ഇങ്ങനെ പറയുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ ന്യായീകരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ ന്യായീകരിക്കും, അതും സീറോ മലബാർ സഭ ന്യായീകരിക്കും പറയുമ്പോൾ അത് ന്യായീകരിക്കൽ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരാരെങ്കിലും ഈ ക്ഷേത്ര വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇവർ വിഗ്രഹാരാധനയെ അംഗീകരിക്കുന്നു? വേണ്ട, അല്ല, അവരുടെ സഹായമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അതിനെ അംഗീകരിക്കാത്ത ഒരാളിന് ഇത് എങ്ങനെ ഇതിനകത്ത് അഭിപ്രായം സ്വാതന്ത്ര്യം ഉണ്ടായി? ഹൈന്ദവർ ക്രിസ്തുമതത്തെ അംഗീകരിക്കുന്നുണ്ട്. ഹൈന്ദവർ അല്ല, നമ്മള് ഹിന്ദുക്കളാരും ഒരു സന്യാസിയും ഒരു തന്ത്രിയും അല്ലെങ്കിൽ ഒരു ഹിന്ദു മതപണ്ഡിതനും സനാതനധർമ്മ വിശ്വാസിയും പള്ളിയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞില്ലേ, കുർബാന പിന്തിരിഞ്ഞു നിന്ന് കൊടുക്കണോ മുന്തിരിഞ്ഞു നിന്ന് കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ ചെയ്യുന്ന, അതായത് ക്രിസ്ത്യൻ പിന്തുടർച്ചാ അവകാശ നിയമത്തിൽ പോലും ഹിന്ദുക്കൾ ആരും കൈകടത്താൻ ചെല്ലുന്നില്ല. സർക്കാരാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നത്. അത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ കാലത്ത് ഭരണഘടനാ ശില്പികൾ തന്നെ നിർദ്ദേശിച്ചതാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം. അന്ന് ഹിന്ദു സിവിൽ കോഡ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. നോക്കൂ, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ കാണിച്ച ഇരട്ടത്താപ്പാണ്. ഹിന്ദുക്കളിൽ നിരവധി ജാതികളുണ്ട്. ആ ജാതികളിലെല്ലാം വ്യത്യസ്തമായ സ്വത്ത് ക്രയവിക്രയങ്ങൾ, മറ്റു കാര്യങ്ങൾ എല്ലാം വ്യത്യസ്തമായിരുന്നു, അല്ലെ? വ്യത്യസ്തമായിരുന്നു. അതിനെല്ലാം ഏകീകരിച്ചുകൊണ്ടൊരു മരുമക്കത്തായം, മക്കത്തായം, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അതിനെല്ലാം ഏകീകരിച്ചുകൊണ്ട് നെഹ്റു സർക്കാർ നിയമം കൊണ്ടുവന്നു. ഹിന്ദുക്കൾ ആരും ഇവിടെ ഒരു കലാപം ഉണ്ടാക്കിയില്ല. അവരെല്ലാം അത് അന്വേഷിച്ചു, അംഗീകരിച്ചു, അത് പിന്തുടർന്നു. അപ്പോൾ ഹിന്ദു റിലീജിയസ് ആക്ട് ഉൾപ്പെടെ ഹിന്ദുക്കൾക്ക് വിഷയമൊന്നുമില്ല. നേരെ മറിച്ച് അന്ന് ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം, അതിനെ ചൊല്ലിയൊക്കെ ഇപ്പോഴും എന്തെല്ലാം തർക്കങ്ങളാണ് നിൽക്കുന്നത്. ഇസ്ലാമിൻ്റെ കാര്യത്തിലോ, ഇസ്ലാം ശരീഅത്ത് പിന്തുടരുമ്പോൾ ക്രിസ്ത്യാനിറ്റി കാനോൻ നിയമമാണ് പിന്തുടരുന്നത്. അവർക്ക്, ഞാൻ ചോദിക്കട്ടെ രാജേഷ് ജി, ഒരു സംശയം. ഈ കേരളത്തിലെ സഭകളുടെ സ്വത്തുവകകളുടെ കസ്റ്റോഡിയൻ ആരാണ്? ഇതിൻ്റെ നടത്തിപ്പുകാരൻ ആരാണ്? ഇതിൻ്റെ അടക്കിപ്പിരിവ് നടത്തുന്നത് ആരാണ്? ഈ പറയുന്ന, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പള്ളിയുണ്ട്, ഒരു റോമൻ ചർച്ച് തന്നെ എടുക്കും, റോമൻ കാത്തലിക് ചർച്ചുണ്ട്, അല്ലെങ്കിൽ ലാറ്റിൻ കാത്തലിക് ചർച്ചുണ്ട്. ഈ ചർച്ചിൻ്റെ വസ്തുവകകളും ഈ എന്താ പറയുക, അതിൻ്റെ സ്വത്തുവകകളും ആരുടെ കൈവശമാണ്? ആരാണ് അതിൻ്റെ അവകാശി? അവരുടെ കയ്യിൽ തന്നെയാണ്. ക്ഷമിക്കണം, അവരുടെ കൈവശം എന്ന് പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടെ ഒന്ന് അടിവരയിട്ട് പറയണം. റോമിലെ പോപ്പാണ് അതിന്റെ ഉത്തരാധികാരി. പോപ്പിനാണ് അവകാശം. നോക്കൂ, ഈ എവിടെയോ ഇരിക്കുന്ന ഈ മതമേലധ്യക്ഷൻ, അദ്ദേഹം നമ്മുടെ രാജ്യവുമായിട്ട് നേരിട്ടൊരു ബന്ധവുമില്ല. ഇവിടുത്തെ ഈ സ്വത്തുവകകളുടെ എല്ലാം അധികാരിയും അവകാശം, തീരുമാനം അവിടെയാണ്. ഇവർക്ക് തോന്നിയതുപോലെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, സഭയുടെ ഭൂമി വിറ്റതിന് മാർ ആലഞ്ചേരി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേസ് തീർന്നിട്ടില്ല. അദ്ദേഹം ഒരു വൃദ്ധസദനത്തിൽ, നമ്മുടെ ഭാഷയിൽ വൃദ്ധസദനം, അവരുടെ ഭാഷയിൽ മറ്റേ സ്നേഹവീട് മഠങ്ങളൊക്കെയാണ് പറയുന്നത്. അത്തരം ഒരു വിശ്രമ ഭവനം, അവരുടെ വിശ്രമ ഭവനം, അതിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തെ വിടാതെ, ഈ എറണാകുളത്തെ സീറോ മലബാർ സഭയിലെ വിമതർ വിടാതെ അദ്ദേഹത്തെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട്. അപ്പോൾ ഇതെല്ലാം തീർത്തിട്ട് പോരെ? ആദ്യം ഈ കാനോൻ നിയമം മാറ്റി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് പൊതു സിവിൽ കോഡ് അംഗീകരിച്ച് ഈ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ജാതി മത ഭേദമന്യേ ഒരേ സിവിൽ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് പോരെ എൻ്റെ പൊന്ന് ഫാദർ പോൾ തേലക്കാട്ടെ ഈ അമ്പലങ്ങളിലെ സ്വത്തിന്റെ കാര്യത്തിൽ തലയിടാൻ? ഇനി അമ്പലങ്ങളുടെ സ്വത്ത് അമ്പലങ്ങൾക്കും, ക്ഷേത്രങ്ങളുടെ സ്വത്ത് ക്ഷേത്രങ്ങൾക്കുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ കവടിയാർ കൊട്ടാരം വരെയുള്ള ആ നമ്മുടെ പ്രധാന വീതി ഉണ്ടല്ലോ, രാജപാത, ഇന്നത്തെ നമ്മുടെ MG റോഡ്, ഈ MG റോഡിൽ ശ്രീപത്മനാഭൻ കഴിഞ്ഞാൽ പിന്നെ കവടിയാർ കൊട്ടാരത്തിന് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തുമാത്രം സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ ലഭിച്ചതാണ്? നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയതാണ്, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കിഴക്കേക്കോട്ടയിൽ നിന്നും 2-3 കിലോമീറ്റർ മാറിയാണ് കണ്ണമ്മൂലുള്ള ആ ഒരു ഏക്കർ കണക്കിനുള്ള സെമിനാരിയും അനുബന്ധ സ്ഥാപനങ്ങളും. അല്ല, അത് മാത്രമല്ല LMS 50 ഏക്കറാണ്. ഈ LMSന്റെ മുമ്പില് ഒരു ശ്മശാനമുണ്ട്, ഒരു സെമിത്തേരി ഉണ്ട്. ആ സെമിത്തേരി പിന്നെ ഈ വാർ മെമ്മോറിയൽ, നമ്മുടെ ഈ യുദ്ധസ്മാരകം അതിന്റെ നേരെ മുമ്പിലാണ്, കണ്ണായ സ്ഥലത്ത്. അവിടെ എന്തിനാണിത്, ഏത് കാലത്ത് ഇത് എങ്ങനെ അവർ നേടിയെടുത്തു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നും രേഖകളില്ല. ആ ഭൂമിയുടെ അത് പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് സത്യം എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ അല്ല മറ്റേ ഇതിന്റെ നമ്മുടെ അതിന്റെ തൊട്ടപ്പുറത്തുള്ള LMS 50 ഏക്കറാണ്. ഇനി നിങ്ങൾ കവടിയാറേക്ക് വരുമ്പോ സാൽവേഷൻ ആർമി, അല്ല ഞാൻ വെള്ളയമ്പലത്തേക്ക് വരാം. സാൽവേഷൻ ആർമിക്ക് കൊടുത്തിരിക്കുന്നത് എത്ര ഏക്കറാണെന്നുള്ളതിന് കണക്കില്ല. ഇത് മുഴുവനും ബ്രിട്ടീഷ് ഭരണത്തിന്റെ തണലിൽ ഇവിടുത്തെ രാജാവിനെ സമ്മർദ്ദത്തിലാക്കി ബ്രിട്ടീഷുകാരെ വൈസ്രോയിയെ ഉപയോഗിച്ച് സമ്മർദ്ദപ്പെടുത്തി എഴുതി വാങ്ങി എടുത്തതാണ്. ഇത് പാട്ടത്തിന് വാങ്ങിയ ഭൂമിയാണ് പലതും. ഇനി വെള്ളയമ്പലത്ത് ലാറ്റിൻ കാത്തലിക് ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനം, ഇതൊക്കെ രാജ്ഭവന് തൊട്ട് മുമ്പാണ്. ഇതെല്ലാം നിങ്ങൾ എങ്ങനെ നേടിയെടുത്തതാണ്? ഇത് നിങ്ങൾ അധ്വാനിച്ച് പണം കൊടുത്ത് വാങ്ങിയതാണോ? ഈ രാജ്യത്തെ മതം മാറ്റാൻ വേണ്ടി, ജനങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഫാദർ പോൾ തേലക്കാട്ടിന് തയ്യാറാണെങ്കിൽ പരസ്യ സംവാദത്തിന് തയ്യാറാകൂ. ബൈബിളാണോ ശരി, അതോ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന, സനാതനധർമ്മം വിശ്വസിക്കുന്ന വേദമാണോ, പരമപ്രമാണമായ വേദമാണോ ശരി എന്ന കാര്യത്തിൽ ഒരു സംവാദത്തിന് ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ. തേലക്കാട് പണ്ട് മനുസ്മൃതി, വർഷങ്ങൾക്ക് മുമ്പ് മനുസ്മൃതിയെ കുറിച്ചൊക്കെ എന്ത് മനുസ്മൃതിയൊന്നും വായിച്ചിട്ടില്ല. ആരോ പറഞ്ഞു മനുസ്മൃതി, ഏതൊക്കെയോ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് മനുസ്മൃതിയെ വിമർശിക്കാൻ വന്നിരിക്കുന്നത്. മനുസ്മൃതി കണ്ടിട്ട് പോലുമില്ല. കേരളത്തിൽ രക്ഷയില്ല, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് രക്ഷയില്ല, ഉത്തരേന്ത്യയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഈ ഒരു മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവർ തന്നെയാണ്. അതെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോ ഇതൊക്കെ നമ്മൾ സംവാദത്തിന് തയ്യാറാണ്. നമുക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾ ഈ മതപരിവർത്തനം, അതാണ് അടുത്ത വിഷയം. മതം മാറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ നാടകങ്ങളുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വസിക്കാം. ദൈവത്തെയും വിശ്വസിക്കാം, ചെകുത്താനെയും വിശ്വസിക്കാം. അതിലൊന്നും ആർക്കും ഒരു പരാതിയുമില്ല. ചെകുത്താൻ ആരാധന പോലും ലോകത്ത് നടക്കുന്നുണ്ട്. അതും നിങ്ങളുടെയൊക്കെ ആൾക്കാർ തന്നെയാണ് കൊണ്ടുവന്നത്, ഞങ്ങളാരും അല്ല അതൊന്നും കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇപ്പൊ പറഞ്ഞ മതം മാറ്റത്തിന്റെ കാര്യം, ഈ ഉത്തരേന്ത്യയിൽ എന്താണ് പ്രശ്നം? പാവപ്പെട്ട, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, വനവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ മതം മാറ്റുന്നു. ശരിയാണ്, അവിടെ ദാരിദ്ര്യമുണ്ട്. ഈ ദാരിദ്ര്യത്തിന് ഉത്തരവാദി ആരാണ്? ഈ നാട് കൊള്ളയടിച്ച ബ്രിട്ടീഷുകാരാണ്. ഈ നാട്ടിലേക്ക് അനധികൃതമായി കടന്നു വന്ന് ഈ നാട് ആക്രമിച്ച് കീഴടക്കി പതിറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങൾ ഈ നാടിനെ അടിമകളാക്കി വച്ചിരുന്ന ഭരണാധികാരികളാണ് ഈ നാടിനെ ഇത്രയും വലിയ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടത്. അവരെ കൂട്ടുപിടിച്ച് സ്വത്തുവകൾ കൈവശപ്പെടുത്തിയവരാണ്. അവരെ കൂട്ടുപിടിച്ച് ഈ നാട് വീണ്ടും കൊള്ളയടിച്ച് ഇവിടുന്ന് പണം അങ്ങോട്ട് കൊണ്ടുപോയതിനു ശേഷം ആ പണം ഇന്ന് മതം മാറ്റാൻ വേണ്ടി തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിപാടി അവസാനിപ്പിക്കാതെ ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവില്ല. ഇത് തുറന്ന് പറയാൻ കേരളത്തിലെ ഈ ഹിന്ദു സംഘടനകൾ, എൻ്റെ അഭിപ്രായത്തിൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിന് തയ്യാറാകുന്നില്ല. ആരെങ്കിലും ഇല്ലില്ല, അതൊന്നും BJPക്ക് മാറുമെന്ന് എനിക്ക് തോന്നല്ലേ. അത് രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ കീഴിലുള്ള അനുയായി വൃന്ദവും ഒന്നും അത് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജീവ് ചന്ദ്രശേഖറിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാകാം, പക്ഷെ അദ്ദേഹത്തിന് കീഴിലുള്ള, അദ്ദേഹത്തിന്റെ ചുറ്റിനും നിൽക്കുന്ന അനുചര വൃന്ദത്തിന് ഷോൺ ജോർജ് പറഞ്ഞതും അത് തന്നെയല്ലേ. ഷോൺ ജോർജിനും PC ജോർജിനും നട്ടല്ലുണ്ട്. അതുകൊണ്ടാണ് അവർ നിവർന്നു നിന്ന് ഈ കാര്യം പറഞ്ഞത്. പുകഞ്ഞ കൊള്ളികൾ പുറത്തുനിന്നാണ്. ഷോൺ ജോർജിനെയും PC ജോർജിനെയും പുറത്താക്കട്ടെ, അത് അപ്പൊ കാണാം. ഞാൻ പറയുന്നത് അതല്ല.
അല്ല എവിടെയാണ് അവർ കൃത്യമായിട്ട് കയറി പറ്റിയിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷോൺ ജോർജും PC ജോർജും എന്താണോ നടന്നത് അത് സത്യസന്ധമായി വസ്തുതകളായിട്ട് പറഞ്ഞു. പക്ഷേ മറ്റു ചിലർക്ക് അങ്ങനെയല്ല. ക്രിസ്ത്യാനികളുടെ അട്ടിപ്പേർ ആർക്കും കൊടുത്തിട്ടില്ലെന്നൊക്കെയാണ്. കൊടുത്തിരിക്കണം പിന്നെ ഇവർക്കാണോ? മാരാർജി ഭവനിലേക്കാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവർക്ക് ഇപ്പോഴും നമ്മുടെ BJP-യിൽ ഇറ്റലിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാന പ്രസിഡന്റ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ദേശീയ അധ്യക്ഷനായിട്ട് ഇനി ഇറ്റലിയിൽ നിന്ന് ആരെങ്കിലും പോപ്പ് പറയുന്ന ആരെങ്കിലും അങ്ങനെ കോൺഗ്രസ് അങ്ങനെയായിരുന്നല്ലോ, ആ കുടുംബമാണല്ലോ. അല്ല അതെ BJP-യിൽ അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഭാവിയിൽ കോൺഗ്രസിന്റെ മറ്റൊരു പതിപ്പാകണമെന്നാണ് BJP-യുടെ കേരള ഘടകം ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ലെന്നേ പറയാനുള്ളൂ. എന്തായാലും നടക്കട്ടെ, ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോൾ തേലക്കാട് ഈ ഹിന്ദുവിന്റെ ക്ഷേത്ര സ്വത്തിൽ കണ്ണുവെക്കുന്നത് എന്തിനാണ്? ആരാണ് ഇത് ചോദിക്കാൻ അദ്ദേഹത്തിന് അവകാശം കൊടുത്തത്? ആരാണ് അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയത്? ഇത് നിങ്ങൾ ആരോടാണ് ഈ തീക്കൊള്ളി എടുത്ത് തല ചൊറിയരുത്. വെളുക്കാൻ തേച്ചത് അവസാനം പാണ്ടായി മാറും. അത് ഞായറാഴ്ച കുർബാനയിൽ തീരുമാനം ആദ്യം ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് വേണമോ അതോ 4 മണിക്ക് വേണമോ? അത് തന്നെ അൾത്താരയ്ക്ക് മുഖം തിരിഞ്ഞു നിൽക്കണോ, അൾത്താരയ്ക്ക് പിന്തിരിഞ്ഞു നിൽക്കണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ആദ്യം തീരുമാനമെടുക്കൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ 10 നിയമങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇന്ന് ക്രിസ്ത്യൻ സഭാവിശ്വാസികൾ എത്രത്തോളം പാലിക്കുന്നുണ്ട്, അതിലൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ക്രൈസ്തവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ക്രൈസ്തവ സഭകൾ തമ്മിൽ തന്നെ ഈ ഇവിടുന്ന് മതം മാറ്റി കൊണ്ടുപോയ ദളിതർക്ക് ഇനിയെങ്കിലും ഒരു എന്താ പറയുക, ക്രിസ്തു മതത്തിൽ അർഹിക്കുന്ന ഒരു സ്റ്റാറ്റസ്, ഒരു പദവി കൊടുക്കൂ. അവരെ എപ്പോഴും എന്തിനാ ഈ പള്ളിപ്പറമ്പിൽ സെമിത്തേരിയിൽ പോലും ഈ വേർതിരിവുണ്ട്. അവിടെ പണക്കാരൻ മാത്രമല്ല, സവർണ ക്രിസ്ത്യാനിയും അവർണ ക്രിസ്ത്യാനിയും, ഈ മതം മാറിയ ദളിതരും ക്രിസ്തു മതത്തിലേക്ക് ചേർന്ന ദളിതര്, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവിടെ പ്രത്യേകം സെമിത്തേരിയുണ്ട്. പുലയ സെമിത്തേരികൾ പ്രത്യേകം സൂക്ഷിക്കുന്ന നിങ്ങളാണ് ഹിന്ദുമതത്തിലെ ജാതീയതയെയും ക്ഷേത്രവിശ്വാസത്തെയും ഒക്കെ കുറ്റം പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഇതൊന്നും നല്ല കാര്യമല്ല. വയസ്സായി പിന്നെ ഓർമ്മപ്പശകൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യണം. വിശ്രമ കേന്ദ്രമുണ്ട്. ചികിത്സ ചെയ്യണം. ഇതൊക്കെ മറന്നുപോയതാണെങ്കിൽ അത് അങ്ങയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാര്യം നമ്മൾ പറയുന്നത്. ഇനിയും അത് ഓർമ്മിപ്പിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലെ സ്വത്ത് എന്ത് ചെയ്യണം, അവിടുത്തെ വരുന്ന ഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ഭൂമി നഷ്ടപ്പെട്ട ഒരു ക്ഷേത്രം കേരളത്തിൽ ഗുരുവായൂർ ക്ഷേത്രമാണ്. കേരളത്തിലെ ഭൂപരിഷ്കരണം എന്ന തട്ടിപ്പ് കൊണ്ടുവന്ന് നടപ്പാക്കി ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവനും പിടിച്ചെടുത്ത് അന്യാധീനപ്പെടുത്തി കളഞ്ഞത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് ക്ഷേത്രഭൂമി മുഴുവനും പിടിച്ചെടുത്തതോടുകൂടി ഇവിടുത്തെ സത്യത്തിൽ ക്രിസ്ത്യാനികളുടെ സ്വഭാവം മാറി. പിന്നെ അവർ വിമോചന സമരത്തിനിറങ്ങി. അവർക്ക് എങ്ങനെയും ഭരണത്തിൽ നിന്ന് ഇതിനെ മാറ്റണം. അതിനവർ എന്തെല്ലാം കളി കളിച്ചു. അതിന്റെ ഫലമല്ലേ ഒന്നാം EMS സർക്കാരിനെ പിടിച്ചുവിട്ടത്. ഈ ഭൂപരിഷ്കരണ നിയമം ബില്ല് കൊണ്ടുവന്നതിന് ശേഷം നടന്ന കാര്യങ്ങൾ, ചരിത്രം നമുക്കിരുന്നൊരു സംവാദത്തിന് നമ്മൾ തയ്യാറാണ്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന്. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളുടെ ഭൂമി എങ്ങോട്ട് പോയി? ഗുരുവായൂർ ക്ഷേത്രത്തിനുണ്ടായിരുന്ന ഭൂമിയുടെ 96% നഷ്ടപ്പെട്ടു. വെറും 4% ബാക്കിയുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നെല്ല് ഇന്നും കൊയ്തെടുക്കുന്ന ആ പുത്തരിക്കണ്ടം ഇന്ന് EMS പാർക്കാണ്. അതെ. അപ്പൊ ഇങ്ങനെയല്ല, നയനാർ പാർക്കും ഉണ്ട്. അല്ല, ഞാൻ പാർക്കുകളുടെ കഥയിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ക്ഷേത്രങ്ങളുടെ ഭൂമി അന്യാധീനപ്പെടുത്തി തട്ടിയെടുത്തിരിക്കുകയാണ്. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സഭകൾ വളരെ കൃത്യമായിട്ട് രാജാവിനെ സമ്മർദ്ദത്തിൽ മുള്ളിന്റെ മുനയെ നിർത്തി പാട്ടത്തിന് എഴുതി വാങ്ങിച്ച ഭൂമി, പാട്ടകാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു കൊടുക്കാത്ത ഭൂമി സർക്കാരിലേക്ക്. അതിന്റെയൊക്കെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം. അതെ, അതിന്റെയൊക്കെ കാര്യത്തിൽ ആദ്യം എന്തിനാണ് പിന്നെ ഈ പള്ളികളിൽ ഭിക്ഷ എടുക്കാനാണ് പഠിപ്പിക്കുന്നത് അല്ലേ? അവിടെ വല്ലതും തായോ, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വല്ലതും തായോ. എന്തിനാ ഈ FCR കൊണ്ടുവരേണ്ടി വന്നത്? ഈ ബില്ല് 1976 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത്? കാരണം വിദേശത്തുനിന്ന് വലിയ തോതിൽ പണം വരുന്നു. ഈ രാജ്യത്തെ ആൾക്കാരെ അതുപയോഗിച്ച് മതം മാറ്റുന്നു. ഈ വരുന്ന പണം കാരുണ്യ പ്രവർത്തനത്തിനെന്ന് പറഞ്ഞു വരുത്തിയിട്ട്
ഇത് ഉപയോഗിച്ച് ആൾക്കാരെ മതപരിവർത്തനം നടത്തുകയാണ്. അങ്ങനെയാണ് നിയമം കൊണ്ടുവന്നത്. ഈ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആ നിയമം ഏറ്റവും കർക്കശമാക്കിയത് 2010 പുതിയ അമെന്റ്മെന്റ് അതിനകത്ത് കൊണ്ടുവന്നത്. അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് 2010. അന്ന് ചിദംബരമാണ് ബില്ല് അവതരിപ്പിച്ചത്. അത് അന്നൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത ഈ ഫാദർ പോൾ തേലക്കാട്ടിനും സഭകൾക്കും ഇന്നിപ്പോ അത് കുറെ കൂടെ കർശനമായിട്ട് നടപ്പാക്കാൻ, രാജ്യസുരക്ഷ മുൻനിർത്തി കർശനമായിട്ട് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ചില ഭേദഗതികൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചിൽ? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എന്തൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനും ഉണ്ട്. അത് ആ മറയ്ക്കലും ഒളിക്കലും തകർന്ന് യാഥാർത്ഥ്യം പുറത്തു വരുമോ, സത്യം വെളിച്ചത്ത് വരുമോ എന്ന് ഭയന്നിട്ടാണ് നിങ്ങൾ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത് എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പറയുന്ന ക്രിസ്ത്യൻ സഭകൾക്കും ഈ സഭകളുടെ മുകളിലിരുന്ന് അതിനെ നയിക്കുന്ന വലിയ ഇടയന്മാർക്കും ഒക്കെ ഒരു കാര്യത്തിൽ ഓർമ്മ വേണം. നിങ്ങളുടെ കാര്യത്തിൽ ആദ്യം തീരുമാനമുണ്ടാക്കുക. ഹിന്ദു മതത്തിലെ കാര്യം, ഹിന്ദുക്കളുടെ കാര്യം, ക്ഷേത്രങ്ങളുടെ കാര്യം അത് നോക്കാൻ അവിടെ വേറെ ആളുണ്ട്. ഇനി അവിടെ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഈ നാട്ടിൽ കോടതിയുണ്ട്. നിങ്ങൾ വെറുതെ അതിനകത്ത് കയറി ചൊറിയാൻ വരണ്ട. ചൊറിയാൻ വന്നാൽ തിരിച്ച് മാന്തലുകൾ കിട്ടും. അതിലൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അച്ഛൻ്റെ വഴി, ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെ വഴി. നല്ല നമസ്കാരം.